ഹായ് ഡിയേഴ്സ്. അപ്പം നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മളൊരു 3-4 മാസമായിട്ട് ഓഫറൊന്നും വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. കാരണം നമ്മൾ പെരുന്നാളൊക്കെ ആയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറുന്ന തിരക്കൊക്കെ ആയത് കാരണം തന്നെ നമുക്ക് ഓഫർ വയ്ക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ട് പോലും നമ്മൾ ഓഫർ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ ഇതാ പിടിച്ചോ. നെക്കിനത് പോലെ അങ്ങനെ നല്ല അടിപൊളി എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി പ്രിൻറ്റോട് കൂടിയുള്ള നൈറ്റികൾ കേട്ടോ. നല്ല നല്ല കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. 54, 56 ഏകദേശം 57 സൈസ് നമുക്ക് മോഡൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്. 42 മുതൽ 15 വരെ നമുക്ക് ചെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല കളേഴ്സാട്ടോ വന്നത്. നല്ല പ്യുവർ കോട്ടൺ കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി 54, 56 ഏകദേശം 57 സൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി ഓഫറിനെ കുറിച്ച് പറയാവേ. ജൂൺ 10-ാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ 249 രൂപയായിട്ട് നൽകുന്നതായിരിക്കും. 4 നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഈ ഒരു ഷോപ്പ് ഓപ്പണിൻ്റെ ഭാഗമായിട്ട് പോലും നമ്മൾ യാതൊരുവിധ ഓഫറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന നെറ്റുകളൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആവാമെന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് ടൈം അല്ലേ നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വെച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള അജ്രക് പ്രിൻറ്റിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള നൈറ്റുകളാട്ടോ ഒന്നും ഇവിടെ കാണിക്കണം. നല്ല അടിപൊളിയായി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊന്നും നമ്മൾ വീഡിയോ പോലും ചെയ്യാത്ത മോഡലാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ല. നല്ല അടിപൊളി അജ്രക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ സൈസ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും ഒന്ന് വെച്ചാൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തൊരു മോഡലുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചുങ്കിടിയിൽ വരുന്ന കേട്ടോ. നമ്മളെപ്പോൾ ഈ ഒരു മോഡൽ ഇറക്കിയോ ഫുള്ളായിട്ട് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട്. ലാസ്റ്റ് ഫുള്ള് വഴക്കൗട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചുങ്കിടിയിൽ തന്നെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ചുങ്കിടിയിൽ പല മെറ്റീരിയലും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന മോഡലും കൂടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കസ്റ്റമർ നമ്മളോട് ഫോൺ ചെയ്തിട്ടായാലും മെസ്സേജിലായാലും ഒക്കെ ചോദിക്കണേ ഓഫറൊന്നുമില്ലേ കുറേ ആയാലും ഓഫർ വെച്ചിട്ട് എന്താ ഓഫർ വയ്ക്കാത്തതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് നൈറ്റിക്കൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ ഒരു റേറ്റിൽ നമുക്ക് ഇത് എത്രത്തോളം നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും വൈകിയത്. പിന്നെ നമ്മൾ റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോഴും നമ്മളെ പഴയ റേറ്റിൽ തന്നെയാണ് നമ്മൾ സെയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്നതൊക്കെ റേറ്റ് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്നത് എല്ലാവർക്കും അറിയണ കാര്യം കേട്ടോ. ഞാൻ മാത്രം പറയണ കാര്യമല്ല. ഇപ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടാണ്. നമുക്കൊരു 4 മാസത്തോളമായിട്ട് ഒക്കെ റേറ്റ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഴയ റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റേറ്റിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. പക്ഷേ എന്നാലും ഇതുവരെ നമ്മൾ റേറ്റൊന്നും കൂട്ടിയിട്ടില്ല. ഈ ഓഫർ റേറ്റും നമ്മളെ പഴയ ഓഫർ റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിട്ടില്ല. ഒന്നാമത് നമ്മളിപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മളൊരു ഓഫർ വയ്ക്കുമ്പോൾ ഒരുപാട് റേറ്റൊന്നും ആവണ്ട, നമ്മൾ ആ പഴയ റേറ്റിൽ തന്നെ ആവാമെന്ന് വെച്ചിട്ടാണ് കൂടിയാണ് കേട്ടോ ഈ ഒരു പഴയ റേറ്റിൽ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം തന്നെ കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് നൈറ്റൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ല. നമ്മൾ എത്ര ചുരിദാറിലായാലും ജീൻസും ടോപ്പ് ഇട്ടാലും സാരി ഉടുത്താലും പർദ്ദ എടുത്താലും കുറേ ആൾക്കാർ ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് പേർക്കൊക്കെ നൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ. നൈറ്റി ഇടുന്നൊരു സുഖവും ഒരു സംരക്ഷണമൊന്നും നമുക്ക് മറ്റൊരു ഡ്രസ്സിനും കിട്ടില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് ഇനിയും ഈ ഒരു റേറ്റ് തരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെ പറയണത്. നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറയാവേ. നമ്മളെ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ നമ്മളെ മസാല റെസ്റ്റോറൻറ്റും അതുപോലെ നമ്മളെ പേളഗോൺ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് ഇഷ്കി എന്ന് പറഞ്ഞ ഈ ഷോപ്പ് തന്നെ. നമ്മളെ ഷോപ്പിൻ്റെ ആദ്യത്തെ നെയിം വന്നിട്ട് ഗ്ലോ വിത്ത് മീ എന്നായിരുന്നു. നമ്മളെ ചാനൽ നെയിം ആയിരുന്നു. അത് നിങ്ങൾക്ക് പലർക്കും അറിയണ്ടായിരിക്കും. ആ ഒരു പേര് മാറ്റിയത് എന്തിനാ, നല്ല പേരായിരുന്നല്ലോ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടാണ് കേട്ടോ. കാരണം ഈ ഗ്ലോ വിത്ത് മീ എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ ഗ്ലോ വിത്ത് മീ കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അത് കാരണം എനിക്കതിൽ പറയാൻ അഭിമാനമേ ഉള്ളൂ കേട്ടോ. പക്ഷേ മക്കൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം പറയേണ്ട ഒരു അവസ്ഥ വരിക കേട്ടോ. ഒരു പ്രാവശ്യം പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ വരിക. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ആ പേരൊന്ന് ചേഞ്ച് ചെയ്ത് മാറ്റപ്പെട്ടത് കേട്ടോ. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം. എൻ്റെ പേരിനെ ഞാൻ പറയട്ടെ. എൻ്റെ പേര് ഖദീജത്തുൽ കുബ്ര. എവിടെ പോയിട്ട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും ഒരു 3-4 പ്രാവശ്യം പറയണം. അല്ലെങ്കിൽ നമ്മൾ സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പേരിട്ട് വെച്ചിട്ട് എന്തോരം ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യണവർക്ക്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും സീരിയസ്നെസ് വന്നില്ല. പിന്നീട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കത് അറിയില്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ എങ്ങാനും കിടന്നിട്ട് ഞാൻ എൻ്റെ പേരെഴുതി കൊടുത്തപ്പോൾ എനിക്ക് വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുബ്ര എന്നെഴുതി. കാരണം എൻ്റെ എല്ലാ രേഖകളിലും അത് വെറും കുബ്രയായി മാറി. പിന്നെ കുറേ കാലം ഞാനതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയൊക്കെ അന്നത്തെ അവസ്ഥ വളരെ ദയനീയകരമായിരുന്നു. ഇപ്പോൾ എങ്ങനെയെന്നല്ല, അന്നത്തെ അവസ്ഥ വളരെ ദയനീയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം SLC ബുക്കോട്ടും ഒക്കെ പോയിട്ടാണ് പിന്നീട് അത് ക്ലിയർ ചെയ്ത് ഖദീജത്തുൽ കുബ്ര തന്നെ ആക്കി മാറ്റിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
എൻ്റെ മക്കൾക്കൊക്കെ പേരിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഫാത്തിമ എന്ന് കൂട്ടണം, ആയിഷ എന്ന് കൂട്ടണം, അതുപോലെ മുഹമ്മദ് എന്ന് കൂട്ടണം. അതൊന്നും തെറ്റായ പേരാണ് എന്നല്ല കേട്ടോ ഞാനൊരിക്കലും പറയുന്നത്. പക്ഷേ ഞാനപ്പോൾ ചിന്തിച്ചു മക്കൾക്ക് എപ്പോഴും സിമ്പിളായിട്ട് പറയാൻ പറ്റിയ ഒരു പേര്. അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഷാനാസ്, ഷംനാസ്, ഷിനാസ്, അങ്ങനെയൊക്കെ റസിൻ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ ഞാൻ അവർക്ക് ഇട്ടത്. കാരണം നമ്മളെ ഒരു പേരുണ്ട്, അവരിങ്ങനെ നാളെ ബുദ്ധിമുട്ടിയിട്ട് ഈ ഒരു പേരാണല്ലോ ഞങ്ങൾക്ക് ഇട്ടതെന്നൊരു ടെൻഷൻ വേണ്ടാന്ന് വെച്ച് അതുപോലൊരവസ്ഥയിൽ നമ്മളെ ചാനലിൻ്റെ പേര് നമ്മൾ ഇട്ടതായിരുന്നു. അപ്പോൾ പേരൊന്നും മാറ്റിയിട്ട് നമ്മൾ പേര് ഇഷ്ക് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അത്രയും പറയാനാണ് ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുവന്നത്. ഞാനങ്ങനെ ഒരുപാട് സംസാരിക്കണ ഒരു സംസാരപ്രിയൊന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു ജീവിതാനുഭവങ്ങളാണ് എന്നെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും സംസാരിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചേട്ടോ. ചില വീഡിയോകളുടെ അടിയിലൊക്കെ ചിലരൊക്കെ പറഞ്ഞു എൻ്റെ സാഹിത്യം ഒന്ന് നിർത്തിപ്പോണ്ടോ എന്നൊക്കെ. സാഹിത്യമൊക്കെ നമുക്ക് ഭാവനയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ തന്നെ വേണം കേട്ടോ. ആ അനുഭവങ്ങളുടെ പോകുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും എന്തറിയാത്ത ഒരാൾക്കും പ്രത്യേകിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് സാഹിത്യമൊക്കെ താനെ വരും. കാരണം നമ്മളതിനെക്കുറിച്ച് പഠിക്കും, മനസ്സിലാക്കും, ചിന്തിക്കും. ഞാനീ പറയണമൊക്കെ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പിറകോട്ട് ചിന്തിക്കണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കും നീ എത്ര വലിയ അവസ്ഥയിലൊന്നും അല്ല. പക്ഷേ എന്നാലും എന്നെപ്പോലൊരു വ്യക്തിക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മൾ ആവശ്യങ്ങൾ നടക്കാൻ പറ്റേണ്ടതെന്ന് വലിയ കാര്യമായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അത്ര വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ ജോലിയോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുക എന്നുള്ള വലിയ പടച്ചവൻ്റെ വലിയ അനുഗ്രഹമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. അത് ഞാനിങ്ങനെ പിറകോട്ട് ചിന്തിക്കുന്ന കാരണം തന്നെയാണ്. നമ്മളെ അവസ്ഥകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചാൽ തളരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന കേട്ടോ എൻ്റെ ഒരു ലൈഫ് എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ട് CY ആണ് കേട്ടോ. കാരണം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ന്യൂ കളക്ഷൻസ് നമുക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ 10-ാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മൾ മുന്നേ പറഞ്ഞ എല്ലാം ബാധകമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.